ശിവനാഭൻ, ഇവിടെ ഇവിടെ രാഹുൽ ഗാന്ധി ഈ പറയുന്ന എന്താണ് കന്യാകുമാരി മുതൽ അങ്ങ് കശ്മീർ വരെയും മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെയുമുള്ള രാഷ്ട്രീയ യാത്ര ഒക്കെ നടത്തി നിൽക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹത്തെ പ്രചരണ യോഗങ്ങളിലൊക്കെ അങ്ങേയറ്റം പരിഹസിച്ച് ഷഹസാദ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധി എന്നൊരു വാക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണകാലത്തുടനീളം എവിടെയും ഉപയോഗിച്ചിട്ടില്ല. കോൺഗ്രസ് മുക്ത ഭാരതം, പ്രതിപക്ഷ മുക്ത ഭാരതം എന്ന സ്വപ്നം, അങ്ങേയറ്റം അധിക്ഷേപങ്ങൾ, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞിട്ടും എൻ്റെ ആദ്യ ചോദ്യമാണ്, ഇതൊക്കെ കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധി വാരണാസിയിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ റായ്ബറേലിയിലും വയനാട്ടും ജയിച്ച് സഭയിൽ വന്നിരുന്ന് പ്രതിപക്ഷ നേതാവായി നരേന്ദ്രമോദിയെ നോക്കി പ്രസംഗിക്കൽ നിങ്ങൾക്ക് സഹിക്കാവതാണോ ശ്രീനാഭൻ? അല്ല, ബഹുമാനപ്പെട്ട NK പ്രേമചന്ദ്രൻ സാറ് പോയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോയിട്ടില്ലെങ്കിൽ അഥവാ അദ്ദേഹം ഈ ചർച്ച മൊബൈലിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് എനിക്കൊരു അപേക്ഷയുണ്ട്. താങ്കൾ രാജു പി നായർക്ക് 39ാം ഭരണഘടനാ ഭേദഗതിയെ പറ്റിയും 42ാം ഭരണഘടനാ ഭേദഗതിയെ പറ്റിയും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. 974 കേശവാനന്ദ ഭാരതി കേസുണ്ടായി. 12 അംഗ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഭൂരിപക്ഷ അഭിപ്രായത്തിൽ പറഞ്ഞു ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന്. ആ വിധിയെ ലംഘിക്കാൻ ഈ സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ സുപ്രീം കോടതി പാസാക്കിയ ഏറ്റവും മഹത്തായ വിധി, കേശവാനന്ദ ഭാരതി കേസിലെ വിധി, അതിലെ തത്വങ്ങളെ മറികടക്കാനാണ് 42ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം പ്രേമേന്ദ്ര സാർ രാജു പി നായർക്ക്. അങ്ങോട്ട് ഇതൊന്നും അറിയില്ല എന്നാ തോന്നുന്നത്. 39ാം ഭരണഘടനാ ഭേദഗതി എന്താ? 39ാം ഭരണഘടനാ ഭേദഗതി ഒരാൾ പ്രസിഡന്റായോ വൈസ് പ്രസിഡന്റായോ പ്രധാനമന്ത്രിയായോ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ ഭരണഘടനാ ഭേദഗതി പാസാക്കുക മാത്രമല്ല, അത് മുൻകാല പ്രാബല്യത്തിലൂടെ നടപ്പിലാക്കാനും പാസാക്കിയെടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സാഹചര്യം എന്താ? സർക്കാർ ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുപ്പ് ഏജന്റാക്കി. റായ്ബറേലിയിൽ 971 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ ഏജന്റ് ഒരു ഗവൺമെന്റ് ഓഫീസറായിരുന്നു. സർക്കാർ വാഹനങ്ങൾ പ്രചരണത്തിന് ഉപയോഗിച്ചു. It was found that Indira Gandhi used corrupt practices to win election. ഇന്ദിരാഗാന്ധി അഴിമതി നടത്തിയിട്ടാണ് റായ്ബറേലിയിൽ 71 ജയിച്ചത് എന്ന് രാജനാരായണൻ അലഹബാദ് ഹൈക്കോടതി മുമ്പാകെ തെളിയിച്ചപ്പോൾ, ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിയപ്പോൾ, സുപ്രീം കോടതിയിൽ പോയപ്പോൾ വിചാരിച്ച പോലുള്ള ഒരു സ്റ്റേ ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ഭാഗത്ത് നിന്ന് കിട്ടാത്തപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഒന്നര ദിവസം കൊണ്ടൊരു ഭരണഘടനാ ഭേദഗതി 39ാം ഭരണഘടനാ ഭേദഗതി പാസാക്കി. പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് മുൻകാല പ്രാബല്യത്തിലൂടെ പാസാക്കി. ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം അസംബ്ലികളിലും കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ളത് കൊണ്ട് അതും പാസാക്കിയെടുത്തവരാണ് ഇവർ. അതിന് കൂടാതെ 42ാം ഭരണഘടനാ ഭേദഗതി, പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ കോടതിക്ക് അധികാരമില്ല. 73 കേശവാനന്ദ ഭാരതി കേസിലെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന സങ്കല്പം ഇളക്കാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന 12 അംഗ ബെഞ്ചിന്റെ വിധി അട്ടിമറിക്കാൻ 42ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് പാർലമെന്റ് എന്തു പാസാക്കിയാലും കോടതി ചോദ്യം ചെയ്യരുത്. ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടാൽ, MLA ആയോ MP ആയോ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രസിഡന്റിന് വേണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷനുമായി ചർച്ച ചെയ്ത് അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ രാജ്യത്തെ പൗരന്റെ ഭരണഘടന നൽകുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ, മൗലിക അവകാശങ്ങൾ, അവ നടപ്പിലാക്കാൻ കോടതികൾക്ക് അധികാരമില്ല. ഇതൊക്കെ പാസാക്കിയവര് ഞങ്ങളെ പറ്റി പറയുന്നു ഭരണഘടന ഭേദഗതി ചെയ്യാൻ പോവാന്ന്. ഒരു തമാശയുണ്ട്. ഞങ്ങൾ പാസാക്കിയ ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതി ഏതറിയോ? 10% സംവരണം മുന്നോക്ക ജാതിയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് നൽകാൻ വേണ്ടി ഞങ്ങൾ പാസാക്കിയ ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതി അതാണ്. അത് കേരള നിയമസഭ പിണറായി സർക്കാർ ശരിവെച്ചതാണ്. കേരള നിയമസഭ ശരിവെച്ചതാണ്, പിണറായി സർക്കാർ ശരിവെച്ചതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രൻ സാർ ഇതൊക്കെ ഒന്ന് രാജു പി നായർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവരുടെ നേതാക്കന്മാർ ഈ രാജ്യത്ത് ഏത് വിധത്തിലാണ് ഭരണഘടനയെ പിച്ചി ചീന്താൻ, 73 വിധി പിച്ചി ചീന്താൻ ശ്രമിച്ചത് എന്ന്. ഇനി ജോൺ ബ്രിട്ടാസ് സാർ പറഞ്ഞു ഞങ്ങൾ സ്പീക്കർ മോശമാണെന്ന്. പിണറായി വിജയന്റെ മകളുടെ മാസപ്പടിയെ പറ്റി പറഞ്ഞപ്പോൾ മൈക്ക് ഓഫ് ആക്കിയില്ലേ? മൈക്ക് ഓഫ് ആക്കിയില്ലേ? നിങ്ങൾ സംസാരിക്കാൻ അനുവാദം കൊടുത്തോ? അതുവരെ ചെയ്തവരാണ് നിങ്ങൾ തന്നെ പഠിപ്പിക്കണം ഞങ്ങളെ ഏത് ഭരണഘടനയും പാർലമെന്ററി ജനാധിപത്യവും ഒക്കെ. അതുകൊണ്ട്
ഈ എന്താ പറയാ, ഈ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനമാണ് അടിയന്തരാവസ്ഥ. അതിന്റെ 50ാം വാർഷികത്തിലാണ് നാം നിൽക്കുന്നത്. അതുകൊണ്ട് സ്പീക്കർ ഇന്ന് പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് 100% ശരിയാണ്. അത് സ്പീക്കർ തന്നെ അവതരിപ്പിക്കണം. കാരണം ഇനി ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവരുത് എന്നുള്ള വസ്തുത. അതോടൊപ്പം ഈ രാജ്യത്തെ തലമുറയെ, ഇന്നത്തെ തലമുറയെയും നാളത്തെ തലമുറയെയും ബോധ്യപ്പെടുത്തണം. ഇന്ന് പുറപ്പുറത്ത് കയറി ജനാധിപത്യവും ഭരണഘടനയും പ്രസംഗിക്ക് കോട്ടിനകത്ത് ഭരണഘടന ഇട്ട് നടക്കുന്ന ആൾക്കാർ ഇത് പിച്ചി ചീന്താൻ ശ്രമിച്ചവരാണ് എന്നുള്ള സത്യം ബോധ്യപ്പെടുത്തണം. ആ ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അത് ഈ രാജ്യത്തെ ജനങ്ങൾ ഇല്ല, ഞാൻ പറഞ്ഞത് ഭരണഘടനയെ പിച്ചു ചീന്താനൊന്നും ആർക്കും കഴിയില്ലെന്ന്. ഭരണഘടനയ്ക്ക് നേരെ നോക്ക് ഒരു വല്ലാത്ത നോട്ടം നോക്കിയാൽ പോലും ആ കൈക്ക് കയറി പിടിക്കാനുള്ള കരുത്തുള്ള ജനതയാണ് ഈ ജനത എന്ന് ഇനിയും ബോധ്യപ്പെടുത്താനുണ്ടോ? 42ാം ഭരണഘടനാ ഭേദഗതി ശരിയാണ് ഞാൻ പറയുന്നത്. അല്ല, അതിനുള്ള ശിക്ഷ കോൺഗ്രസ് വാങ്ങി. അതിനുള്ള ശിക്ഷ കോൺഗ്രസ് വാങ്ങി സാർ. നമ്മുടെ രാജ്യത്തിന്റെ ഡൈനാമിക് ജനാധിപത്യം പലയാവർത്തി തെളിയിക്കുന്നതല്ലേ? ആ ഭരണഘടനയിലേക്ക് കള്ളക്കണ്ണോട് ഒറ്റ നോട്ടം നോക്കിയ ആ നോട്ടം താഴ്ത്താൻ കരുത്തുള്ള ജനായത്ത ഭരണകൂടമാണ്, ജനായത്തമാണ് ഈ രാജ്യമെന്ന് നമ്മൾ എത്ര തവണ ബോധ്യപ്പെട്ടു ഏറ്റവും ഒടുവിൽ വരെ. പ്രതിപക്ഷ നേതാക്കന്മാരെ ജയിലിലിട്ടിട്ട് 42ാം ഭരണഘടനാ ഭേദഗതിയും 39ാം ഭരണഘടനാ ഭേദഗതിയും പാസ്സായതാണ് ഇന്ത്യയിൽ. പാസ്സായതാണ്. ശരി, അതാണ് ഞാൻ പറയുന്നത്. അത് കോൺഗ്രസ് അത് ചെയ്തുവെങ്കിൽ കോൺഗ്രസിനെ ഈ നാട്ടിലെ ജനം ശിക്ഷിച്ചു. ഭരണഘടനയിലേക്ക് അധമ കണ്ണോട് നോക്കിയപ്പോൾ അധമ കണ്ണിനെ ആ കണ്ണ് താഴോട്ട് താഴ്ത്ത് എന്ന് ജനം വാണിംഗ് കൊടുത്തിട്ടുണ്ട് നോക്കിയവർക്കൊക്കെ. രാജ്യത്തിന്റെ ജനാധിപത്യം മഹത്തരമല്ലേ? ശരി.